നമസ്കാരം. ജ്യോതിഷപ്രകാരം നോക്കുകയാണ് എങ്കിൽ നീതിയുടെ ദേവനും അതേപോലെ തന്നെ ഫലദാതാവുമാണ് ശനി. ഒരു നിശ്ചിത കാലയളവിന് ശേഷം രാശിചക്രം മാറിക്കൊണ്ടേ ഇരിക്കുന്നതാകുന്നു. കൃത്യമായി പറയുകയാണ് എങ്കിൽ ഏകദേശം ഒരു 2.5 വർഷത്തോളം ശനി ഒരു രാശിയിൽ തന്നെ നിൽക്കുന്നതാകുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഈ പറയുന്ന അതേ രാശിയിലേക്ക് തന്നെ തിരികെ ശനി വരാൻ ഏകദേശം 30 വർഷമാണ് കാലയളവെടുക്കുക. നിലവിൽ ശനി അതിന്റെ യഥാർത്ഥ ത്രികോണ രാശിചിഹ്നമായ കുംഭത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് നീണ്ട കാലയളവ് വരെ തുടരും. കൃത്യമായി പറയുകയാണ് എങ്കിൽ 2025 വരെ തുടരും. ഈ കാലയളവിൽ ശനി ഉദിക്കുകയും നീങ്ങുകയും അതേപോലെ തന്നെ അസ്തമിക്കുകയും ചെയ്യും. എന്നാൽ ശനിയുടെ ഈ ഗ്രഹചലനം മൂലം ചില രാജയോഗങ്ങൾ രൂപാന്തരപ്പെട്ടിട്ടുണ്ട് എന്നതാണ് വാസ്തവം. ശശരാജയോഗം, കേന്ദ്ര ത്രികോണ രാജയോഗം തുടങ്ങി ശുഭകരമായ യോഗങ്ങൾ രൂപാന്തരപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം ഓർക്കുക. 30 വർഷങ്ങൾക്ക് ശേഷമാണ് ശനിയുടെ കേന്ദ്ര ത്രികോണ രാജയോഗം രൂപപ്പെടുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ ഈ സമയം ചില രാശിക്കാരുടെ ജീവിതത്തിൽ വളരെ സന്തോഷകരമായ കാര്യങ്ങൾ സംഭവിക്കും എന്ന കാര്യം ഓർക്കുക. വളരെ അനുകൂലമാണ് ഇവർക്ക് ഈ സമയം. ഈ രാശിക്കാർ ആരെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. ആദ്യത്തെ രാശിയായി പറയുന്നത് ആദ്യത്തെ രാശി കുംഭം രാശിയാകുന്നു. കുംഭം രാശിയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ ത്രികോണ രാജയോഗം നിങ്ങൾക്ക് വളരെയേറെ ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവരിക തന്നെ ചെയ്യും. കാരണം ഈ രാശിയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ ലഗ്നഭാവത്തിൽ ശനി സ്ഥിതി ചെയ്യുന്നതാകുന്നു. അത്തരമൊരു സാഹചര്യമായതിനാൽ തന്നെ കുംഭം രാശിക്കാർക്ക് പെട്ടെന്ന് ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. അതിൽ പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നത് സാമ്പത്തികപരമായ നേട്ടങ്ങളാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ട് എങ്കിലും സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെ ഒഴിഞ്ഞു പോകുവാൻ സഹായകരമാണ് ഈ ഫലം. പെട്ടെന്ന് തന്നെ ചില സാമ്പത്തികപരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതിനോടൊപ്പം പുതിയ വരുമാന മാർഗങ്ങളും നിങ്ങൾക്ക് തുറക്കപ്പെടുന്നതാകുന്നു. കൂടാതെ ഒരു വ്യക്തിക്ക് ഏറ്റവും അനിവാര്യമായ ആത്മവിശ്വാസം എന്ന ഘടകം വളരെയധികം വർദ്ധിക്കാൻ പോകുന്നു. അതോടൊപ്പം തന്നെ ധൈര്യവും വർദ്ധിക്കുന്നു എന്ന സവിശേഷമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ കഠിനാധ്വാനം അതിന്റെ പൂർണ്ണതയിൽ എത്തുന്ന സമയമാണ് ഇത്. പൂർണ്ണമായ ഫലം തന്നെ നിങ്ങൾക്ക് ലഭിക്കും എന്ന കാര്യവും തീർച്ച തന്നെയാകുന്നു. വളരെ കാലമായി ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുകയും അത് ദീർഘകാലമായി മുടങ്ങിക്കിടക്കുന്ന ജോലിയാണ് എങ്കിൽ കാര്യമാണ് എങ്കിൽ അത് പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ സമൂഹത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ആദരവ് ഇരട്ടിയാകും, വർദ്ധിക്കും എന്ന് തന്നെ പറയാം. ഇതോടൊപ്പം ചില കാര്യങ്ങൾ കൂടി ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. അതിൽ പ്രധാനപ്പെട്ടത് നിങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ആരോഗ്യസ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ രോഗങ്ങൾ ഒഴിവായി പോകുന്ന അവസരങ്ങൾ വന്നു ചേരും. ജോലി ചെയ്യുന്നവരാണ് എങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ആ കഠിനാധ്വാനത്തിന് അനുസരിച്ചുള്ള ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അത് ധനപരമായാകാം, പ്രശസ്തിയാകാം. നിങ്ങളുടെ ജോലികൾ വളരെ വിലമതിക്കുന്നതായി മാറും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങൾ വന്ന് ചേരാവുന്നതാകുന്നു. ഉയർന്ന ഉദ്യോഗസ്ഥരുടെ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും. സ്ഥാനക്കയറ്റം, ശമ്പള വർധനവ്, അതേപോലെ തന്നെ ധനപരമായ ചില നേട്ടങ്ങൾ വന്നു ചേരുവാൻ ഈ സമയം സാധ്യത കൂടുതൽ തന്നെയാകുന്നു. പറയുന്നത് പൊതുഫലമാണ് എങ്കിലും ഒരു 80% വ്യക്തികൾക്കും ഇത് ജീവിതത്തിൽ ബാധകമാകുന്നു എന്നതാണ് വാസ്തവം. മറ്റൊരു രാശിയായി പറയുന്നത് ചിങ്ങം രാശിയാകുന്നു. ചിങ്ങം രാശിക്കാരായ വ്യക്തികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേന്ദ്ര ത്രികോണ രാജയോഗം നിങ്ങൾക്ക് വളരെയധികം ഗുണകരമായി മാറുന്ന, വളരെയധികം നേട്ടങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുന്ന കാര്യങ്ങളായി മാറും. ഈ സമയം നിങ്ങൾക്ക് പ്രധാനമായും സംഭവിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഭാഗ്യം വർദ്ധിക്കുക എന്ന കാര്യമാകുന്നു. ഇതുമൂലം നിങ്ങൾക്ക് പല കാര്യങ്ങളും അനുകൂലമാകും. അത് ജോലിയാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് അനുകൂലമായി തീരും.
പെട്ടെന്നുള്ള സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. കുടുംബത്തോടൊപ്പം നിങ്ങൾക്ക് പല കാര്യങ്ങളും ആസ്വദിക്കുവാൻ സാധിക്കും. വിനോദയാത്രകൾക്ക് സാധ്യത കൂടുതലാകുന്നു. ഈ സമയം പല വ്യക്തികളുമായുള്ള ബന്ധം നിങ്ങൾക്ക് ദൃഢമാകുന്നതാണ്. അത് ഭാര്യയുമായി ബന്ധപ്പെട്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധം വളരെ ദൃഢമാകുന്ന ഒരു അവസ്ഥ വന്നു ചേരാം. അത്തരത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ സമയം തന്നെയാണ് ഇത്. അവിവാഹിതരായ വ്യക്തികളാണ് എങ്കിൽ വിവാഹാലോചനകൾ വന്നു ചേരും. കൂടാതെ മംഗള കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്. ബിസിനസ്, ജോലി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അല്പം നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു. നിങ്ങളുടെ പങ്കാളി, അതേപോലെ സുഹൃത്തുക്കൾ, കൂടാതെ സഹപ്രവർത്തകർ എന്നിവരുടെ പിന്തുണ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വന്നു ചേരും. അകമഴിഞ്ഞ പിന്തുണ തന്നെ ലഭിക്കുവാനുള്ള സാധ്യത ഈ സമയം വളരെ കൂടുതൽ തന്നെയാകുന്നു. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളിൽ നിങ്ങൾക്ക് വിജയങ്ങൾ കരസ്ഥമാക്കുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. വിജയങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. ചില വിഷമങ്ങൾ നിങ്ങൾക്കുണ്ട്, എന്നാൽ ആ വിഷമങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുന്ന ഒരു സമയം തന്നെ വന്നു ചേരും. ഇടവം രാശിക്കാർക്കും ഇത്തരത്തിൽ ഒരു അനുകൂലമായ ഘടകം കാര്യം വന്ന് ഭവിച്ചിരിക്കുന്ന സമയമാകുന്നു. 11ാം ഭാവത്തിൽ കേന്ദ്ര ത്രികോണ രാജയോഗം നിങ്ങൾക്ക് രൂപാന്തരപ്പെട്ടിരിക്കുന്ന അവസരമാണ് ഇത്. അതിനാൽ ഈ രാശിക്കാരുമായി ബന്ധപ്പെട്ട് രാജയോഗത്തിന് പ്രത്യേകമായ നേട്ടങ്ങൾ ഇവർക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്ന സമയമാകുന്നു. പ്രധാനമായും ഇവരുടെ ജീവിതത്തിലേക്ക് വരുമാന മാർഗം അപ്രതീക്ഷിതമായി വർദ്ധിപ്പിക്കുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ വന്ന് ചേരാവുന്നതാകുന്നു. നിങ്ങൾ വിചാരിക്കാത്ത അല്ലെങ്കിൽ സങ്കല്പിക്കാത്ത ചില ഇടങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ധനം വന്ന് ചേരുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. ഈ സമയം നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലം പൂർണ്ണമായും നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരമാകുന്നു. പല ആഗ്രഹങ്ങളും ഈ സമയം സഫലമാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു. അവിവാഹിതരായ വ്യക്തികളാണ് എങ്കിൽ നിങ്ങൾക്ക് പുതിയ വിവാഹാലോചനകൾ ഈ സമയം വന്ന് ചേരാവുന്നതാകുന്നു. പല വ്യക്തികളുടെയും സഹായം ഈ സമയം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ധനപരമായും പിന്തുണയും അത്തരത്തിൽ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. നിങ്ങളുടെ തൊഴിൽ മേഖല, ബിസിനസ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ കരസ്ഥമാക്കുവാനും നിങ്ങൾക്ക് ഈ സമയം സാധിക്കുന്നതാകുന്നു. അനുകൂലമാണ് സമയം. എന്നാൽ ഈ പറയുന്നത് പൊതുഫലമാണ് എന്ന കാര്യവും ഓർത്തിരിക്കുക. വന്നു ചേരുന്ന കാര്യങ്ങൾ നിങ്ങൾ ശരിയാവണ്ണം വിനിയോഗിക്കുവാൻ ശ്രമിക്കുക. തീർച്ചയായും മാറ്റങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. മിഥുനം രാശിക്കാരായ വ്യക്തികൾക്കും ഇത്തരത്തിൽ ചില കാര്യങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. വിശദമായി നോക്കുകയാണ് എങ്കിൽ കേന്ദ്ര ത്രികോണ രാജയോഗം മിഥുനം രാശിക്കാർക്ക് വന്ന് ചേർന്നിരിക്കുന്ന ഒരു സമയമാകുന്നു. അതിനാൽ തന്നെ ജീവിതത്തിലേക്ക് പ്രത്യേകമായ ചില ഫലങ്ങൾ, ചില അനുകൂലമായ കാര്യങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. നിങ്ങളുടെ മനസ്സിലുള്ള പല ആഗ്രഹങ്ങളും അത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തന്നെ പൂർത്തീകരിക്കുവാൻ സാധിക്കും. അത് ജോലിയുമായി ബന്ധപ്പെട്ടോ പഠനവുമായി ബന്ധപ്പെട്ടോ അത്തരത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കും. കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നത് അത് വഴിമാറി പോകുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. നിങ്ങൾക്ക് കർമ്മരംഗത്ത് ഉയർച്ച നേടുവാൻ സാധിക്കും. വിവാഹിതരായ വ്യക്തികളാണ് നിങ്ങൾ എങ്കിൽ ഈ സമയം നിങ്ങൾക്ക് വളരെയധികം ബഹുമാനം ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് വന്ന് ചേരാവുന്നതാകുന്നു. ഈ സമയം യുവാക്കൾക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില കാര്യങ്ങൾ വന്ന് ചേരാവുന്നതാകുന്നു. ആഗ്രഹിച്ച ജോലി തന്നെ ആകണം എന്നില്ല. എന്നിരുന്നാലും ജോലി ലഭിക്കാനുള്ള സാധ്യത ഈ സമയം നിങ്ങൾക്ക് വളരെ കൂടുതലാകുന്നു. വിദേശത്തേക്ക് നോക്കുന്നവരാണ് എങ്കിൽ പോലും അനുകൂലമായി തന്നെ ഫലങ്ങൾ വന്നു ചേരാം. അതിനാൽ ഈ സമയം ശരിയായ രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കേണ്ടതാകുന്നു. അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾ ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണ് എങ്കിലും ഭാഗ്യവും അനുകൂലമാകുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു.